കേരള സർവകലാശാല ആസ്ഥാനത്ത് വൻ സംഘർഷം. സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയാഹ്ലാദത്തിനിടെ KSU പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തി വീശി. ലാത്തിചാർജിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷമാണ് വലിയ രീതിയിലുള്ള സംഘർഷമായി മാറിയത്. KSUവും SFIയും തമ്മിലുള്ള സംഘർഷമായിരുന്നു. KSU പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. തുടർന്ന് പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടുകയും പോലീസിന്റെ ഭാഗത്തു നിന്നും ലാത്തി ചാർജ് ഉണ്ടാവുകയും ചെയ്തു. നിരവധി പേർക്കാണ് ഇതിൽ പരിക്കേറ്റിരിക്കുന്നത്. SFI പ്രവർത്തകർക്കും KSU പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. പോലീസിന്റെ ലാത്തി ചാർജിന് അല്ലാതെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായി തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പുറത്തുനിന്നെത്തിയ SFI പ്രവർത്തകരടക്കം KSU പ്രവർത്തകർ തമ്മിൽ പുറത്തും സർവകലാശാലയുടെ കോമ്പൗണ്ടിന് പുറത്തും അകത്തും ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അകത്തുള്ള SFI പ്രവർത്തകർക്ക് കല്ലേറിൽ പരിക്കുണ്ട്. പുറത്തുനിന്നും KSU പ്രവർത്തകർ ചുടുകട്ടയുമായി ആക്രമണം നടത്തി എന്നുള്ളൊരു ആരോപണമാണ്. അതോടൊപ്പം തന്നെ KSUവിനൊപ്പം ഈ യൂത്ത് കോൺഗ്രസ് ചേർന്ന് ആക്രമണം നടത്തി എന്നാണ് SFIയുടെ ഭാഗത്തു നിന്നുള്ള പരാതി. അതോടൊപ്പം തന്നെ പോലീസ് കൃത്യമായി ഇതിനുള്ളൊരു ക്രമീകരണം നടത്തിയിരുന്നില്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. പോലീസ് SFI പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചുവെന്നും ബാഡ്ജില്ലാതെ പോലീസുകാർ ഇവിടേക്ക് എത്തി ആക്രമണം നടത്തിയെന്നും പറയുന്നുണ്ട്. ലാത്തി ചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റുണ്ട്. തലയിലടക്കം നിരവധി പേർക്ക് പൊട്ടൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലീസ് കൂട്ടാക്കിയില്ല എന്നാണ് SFIയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം. അതേസമയം തന്നെ KSU പ്രവർത്തകർ ഈ ഗേറ്റിന് പുറത്ത് വലിയ രീതിയിലുള്ള സംഘർഷത്തിന് ഇരയായിട്ടുണ്ട്. SFI പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിൽ പുറത്തും അകത്തും ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. ഇതിലും നിരവധി പേർക്ക് പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷം വളരെ നേരം തന്നെ നീണ്ടു നിന്നിരുന്നു. പോലീസുമായി വീണ്ടും മുന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും പിന്നീട് ഈ സംഘർഷത്തിനെ പോലീസ് കൃത്യമായി ഇടപെട്ട് ഒഴിവാക്കുകയായിരുന്നു. ഏതായാലും KSU പ്രവർത്തകർക്ക് യൂത്ത് കോൺഗ്രസ് പിന്തുണ പുറത്തുനിന്ന് ലഭിച്ചു എന്നുള്ള ആരോപണമുണ്ട്. അതേസമയം തന്നെ ഈ SFI പ്രവർത്തകർക്കൊപ്പം ഈ സർവകലാശാലയ്ക്കുള്ളിൽ പ്രതിഷേധിക്കാൻ, അതായത് ആഹ്ലാദ പ്രകടനത്തിനായി നേരത്തെ എത്തിയിരുന്ന മാർവാനീസ് കോളേജിലെ 2 വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുമ്പോൾ അവർക്കും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. തലയിൽ പരിക്കുണ്ട്, സ്റ്റിച്ചുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും പരിക്കേറ്റവരെല്ലാം പലയിടങ്ങളിലായി ആശുപത്രിയിലുണ്ട്. മറ്റുള്ളവർ ഇപ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും KSU പ്രവർത്തകർ പൂർണ്ണമായും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. SFI പ്രവർത്തകർ ഈ സംഘർഷത്തിൽ നിന്നും ഇപ്പോൾ ഒഴിവായെങ്കിലും ഈ പ്രദേശത്ത് തന്നെ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.